ശബരിമലയിൽ ഇന്നലെയും 1 ലക്ഷം കഴിഞ്ഞ് തീർത്ഥാടക തിരക്ക് 1,04,216 പേരാണ് ഇന്നലെ മല കയറിയത്. ഇന്ന് രാവിലെയും തിരക്ക് തുടരുകയാണ്. നാളെ ശബരിമല സന്നിധാനത്ത് തങ്കേങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. തങ്കേങ്കി ഘോഷയാത്ര നിലയ്ക്കൽ പിന്നിടുന്നത് മുതൽ ശബരിമലയിലേക്ക് ഭക്തർക്ക് നിയന്ത്രണമുണ്ടാകും. നാളെ 30,000 പേർക്ക് മാത്രമാണ് ശബരിമല സന്നിധാനത്ത് ദർശനമുള്ളത്. 2,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴി കടത്തിവിടും. സന്നിധാനത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് നാളെ തങ്കേങ്കി ഘോഷയാത്ര എത്തിച്ചേരുകയാണ്. ഇപ്പോൾ തന്നെ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിലുള്ളതുപോലെ വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് അത് നിയന്ത്രിക്കാൻ മറ്റെന്തൊക്കെ സംവിധാനങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്? അനുശ്രീ, തീർച്ചയായും വലിയ തിരക്ക് തുടരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ ഏതാണ്ട് 1 ലക്ഷം കവിയുന്ന ഭക്തരുടെ തിരക്ക്. ഇന്നലെ 1,04,000-ൽ പരം ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത്. ഇനിയുള്ള ദിവസങ്ങളിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ സന്നിധാനത്തെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായ SO പി ബാലകൃഷ്ണൻ നായർ ചേരുന്നുണ്ട്. ഈ 1 ലക്ഷം കടന്നുപോയ ദിവസവും കൺട്രോളിൽ നിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വളരെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. എങ്കിലും ഈ തിരക്ക് ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നുണ്ട്. 1 ലക്ഷം കഴിഞ്ഞെങ്കിലും നമ്മൾ മരക്കൂട്ടത്തിൻ്റെ അപ്പുറം നീണ്ടിട്ടില്ല. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭക്തർക്ക് തിരക്കുള്ള സമയങ്ങളിൽ ഭക്തർ എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ച് മെഗാഫോൺ വെച്ച് 11 കേന്ദ്രങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തിരക്ക് പരമാവധി പോലീസൊക്കെ വളരെ കഠിനമായ രീതിയിൽ ജോലി ചെയ്ത് തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമമാണ്. 18-ാം പടിയിലും അതുപോലെ കൊടിമരത്തും അതുപോലെ സോപാനത്തുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ തിരക്ക് ഭക്തർക്ക് ശരിയായ ദർശനം കിട്ടാൻ വേണ്ടി വളരെ കഠിനമായ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഈ നാളെ ഒക്കെ നിയന്ത്രണങ്ങളുണ്ടല്ലോ. ഈ തങ്കേങ്കി ഘോഷയാത്ര വരുമ്പോൾ നാളെ 30,000 പേർക്ക് മാത്രമാണ് ദർശനം, 2,000 മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ്. ഈ നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് സാർ? ഈ ഘോഷയാത്ര വരുന്ന സമയത്തുണ്ട് ഭക്തരെ കടത്തിവിടില്ല എന്നുള്ളതാണ്. ആ നിയന്ത്രണങ്ങൾ ഇപ്പോൾ അത്ര സ്പോട്ട് ബുക്കിംഗ് പ്രകാരം 30,000 ആൾക്കാരാണ് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ അതിനൊന്നിച്ച് പമ്പയിലും അതിനനുസരിച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടാവും. കൂടുതൽ ആൾക്കാരെ കടത്തിവിട്ടാൽ ഈ തങ്കേങ്കി ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ അത് ഘോഷയാത്രയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്ന് കരുതിയാണ് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ കടന്നു വരുന്ന സമയത്ത് ഭക്തരെ അത് കടന്നു പോയ ശേഷമായിരിക്കും ആ സമയങ്ങളിൽ ഇത് ഒരുമിച്ച് ഭക്തരും ഘോഷയാത്രയും ഒരുമിച്ച് കടന്നു വരുന്ന രീതി ഉണ്ടാവില്ല. ഘോഷയാത്ര മാത്രമാണ് വരിക. ആ സമയത്ത് ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഈ 2,000 നാളത്തെ സ്പോട്ട് ബുക്കിംഗ്. അത് കഴിഞ്ഞു ആളുകൾ വന്നാൽ എന്ത് ചെയ്യാനാണ് ഒരു തീരുമാനം? അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ആ സമയത്ത് ആൾക്കാർ വരുന്നതനുസരിച്ചിട്ട് ഉചിതമായ തീരുമാനം എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ആൾക്കാരുടെ ഒരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ പുൽമേട് വഴി ഒരുപാട് സ്വാമിമാർ ഇപ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ 5,000-ൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഏതോ ഒരു ആൾ ഇട്ട റീൽസ് കണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത് പുൽമേട് ഏറ്റവും കഠിനമായ പാതയാണ്. പുൽമേട് 7 കിലോമീറ്റർ ഉണ്ട്. ചെങ്കുത്തായി ഇറക്കമാണ്. പോലീസിൻ്റെ ഇപ്പോൾ ഏറ്റവും പോലീസും NDRF-ഉം സ്ട്രക്ചർ ടീമൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന വെച്ചാൽ അത് വഴി ആൾക്കാർ ഇറങ്ങുമ്പോൾ അവർക്ക് ക്ഷീണമായി അവിടെ വീണ് പോലീസ് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുവരികയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഭക്തന്മാർ, പ്രായമായ കുട്ടികളോ സ്ത്രീകളോ ഉള്ള ആൾക്കാർ പുൽമേട് വഴിയുള്ള പാത ഒഴിവാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആരോഗ്യം ഒന്ന് നോക്കണം, എന്നിട്ട് വേണം ആ വഴി തിരഞ്ഞെടുക്കാൻ അല്ലേ? അതെ. ഒരുപാട് ആൾക്കാർ വഴിയിൽ തളർന്നു വീഴുന്നുണ്ട്. പോലീസിന് വളരെ ബുദ്ധിമുട്ട്. ചെങ്കുത്തായ പാത സ്ട്രക്ചറുമായി ഭക്തരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ദയവ് ചെയ്ത് ആ പാത പരമാവധി ഒഴിവാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു. എന്തായാലും അതാണ് സന്നിധാനം SO ആണ് ന്യൂസ് 18നോട് രാവിലെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ പല ഭക്തരുമൊക്കെ നിൽക്കുന്ന സാഹചര്യം തൊട്ടപ്പുറത്ത് ഉണ്ട്. നമുക്ക് അവരിലേക്ക് കൂടി പോകാം എന്ന് കരുതുകയാണ്. ഇവിടെ അതായത് അനുശ്രീ, ഇനിയുള്ള ദിവസങ്ങളിലെ തിരക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണം അത് വളരെ ഗൗരവമായിട്ട് കാണും. നമുക്ക് പല ഭക്തരും ഇതുവഴി വരുന്ന ഭക്തരുണ്ട്. ഈ തിരക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? എങ്ങനെയാണ്? നല്ല തിരക്കുണ്ട്. തിരക്ക് നടപ്പന്തലിലും 18-ാം പടിയിലുമാണ് ബുദ്ധിമുട്ട്. നടപ്പന്തലിലും നല്ല തിരക്കാണ്. ഇന്നലെ രാത്രി മുതൽ നല്ല തിരക്കാണ്. അതുപോലെ തന്നെ 18-ാം പടി കയറുന്നിടത്ത് നല്ല തിരക്കാണ്. അത് ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാതെ ബാക്കി കാര്യങ്ങളിലൊക്കെ നല്ല ഇതിലാണ് പോകുന്നത്. എന്തായാലും അതാണ് ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് സംസാരിച്ചത്. എന്തായാലും നിലവിൽ ഈ ഒരു തിരക്ക്, വലിയ തിരക്ക് 1 ലക്ഷം കഴിഞ്ഞ് തിരക്കിലേക്ക് പോകുമ്പോഴും 18-ാം പടി കഴിഞ്ഞ്, അതായത് ഈ പരമാവധി ചില സമയങ്ങളിൽ ശരംകുത്തി അല്ലെങ്കിൽ മരക്കൂട്ടം വരെ ഒരു തിരക്കുണ്ടാകും. അതിനപ്പുറത്തേക്കില്ല. നാളെ എത്തുന്ന ഭക്തർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത്, അതായത് തങ്കേങ്കി ഘോഷയാത്ര കടന്നു വരുന്ന സമയത്ത് നിയന്ത്രണങ്ങളുണ്ടാകും. ഇപ്പോൾ രാവിലെ 9 മണിക്ക് ശേഷം നിലയ്ക്കൽ നിന്ന് ഭക്തരെ കടത്തിവിടില്ല. 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടില്ല. അത് ഏതാണ്ട്
അതായത് ശരംകുത്തിയിൽ തങ്കയങ്കി ഘോഷയാത്ര എത്തിയ ശേഷം മാത്രമായിരിക്കും പിന്നീട് ഭക്തരെ കടത്തിവിടുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്ഥിതിഗതികൾ അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്തായാലും നാളെ വൈകുന്നേരം 5:30-ക്കാണ് തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തുക. ശരംകുത്തിയിൽ എത്തുക. അതിന് തൊട്ടു പിന്നാലെ 6:30യോടുകൂടി ദീപാരാധനയ്ക്ക് തൊട്ട് മുന്നോടിയായി ഇവിടെ 18-ാം പടി കയറും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. എന്തായാലും ഭക്തിയിലാണ് ശബരിമല സന്നിധാനമുള്ളത്. മറ്റന്നാളാണ് മണ്ഡലപൂജ. മറ്റന്നാൾ രാവിലെ 11 മണിയോടുകൂടിയാണ് മണ്ഡലപൂജ സന്നിധാനത്ത് നടക്കുക. മറ്റന്നാൾ രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നീട് 30-ന് വൈകുന്നേരമായിരിക്കും ശബരിമല നട തുറക്കുക. നാളെ പ്രത്യേകം ശ്രദ്ധിക്കുക, നാളെ 30,000 ഭക്തർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ദർശനമുള്ളത്. 2,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകുക. പല വഴിയും, പ്രത്യേകിച്ച് പുല്ലുമേട് വഴിയൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ 1000 പേരെ മാത്രമേ കടത്തിവിടൂ എന്ന ഹൈക്കോടതി നിർദ്ദേശം കർശനമായി അത് നടപ്പാക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ കയറാൻ വന്നവർക്ക് പലർക്കും 1000-ൽ കവിഞ്ഞതിനാൽ അവിടെ തന്നെ തങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കുക. പുല്ലുമേട് വഴിയുള്ള കാനന പാത വഴി ഈ സമയം ദർശനം നടത്താൻ എത്തുന്നവർക്ക് അത് ഒരുപക്ഷെ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. വീണ്ടും വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെയും വരാനാണ് സാധ്യത. അപ്പോൾ നാളെ 2,000 സ്പോട്ട് ബുക്കിംഗ്. അത് കഴിഞ്ഞെത്തുന്നവർക്ക് സാഹചര്യം അനുസരിച്ച് ഒരുപക്ഷെ കയറ്റി വിട്ടേക്കാം. പക്ഷേ വലിയ രീതിയിൽ ഭക്തരുടെ തിരക്ക് നാളെയും മറ്റന്നാളും സന്നിധാനത്ത് പോലീസ് അനുവദിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി ജി ശ്രീജിത്ത്.